ഹായ് എവ്രി വൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന PWD ബാർ ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കാറ്റഗറി നമ്പർ 00/2024. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 3rd ഏപ്രിലാണ്. ഉടൻ തന്നെ അപ്ലൈ ചെയ്യും. നമുക്ക് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിലെത്തിപ്പെടാം, അതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പറേഷൻ, ചിട്ടയായ പരിശീലനം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ PSC ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 8 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടത്തുന്നതാണ്. സോ നമുക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പറേഷൻ ഈസ് ദ കീ ടു സക്സസ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം കൊണ്ട് നമുക്ക് നല്ല റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ പഠനത്തെ 5 ഘട്ടങ്ങളായി തിരിക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ, നോ ദ സിലബസ്. സിലബസിനെ നല്ല രീതിയിൽ അറിയുക. PSC ഇപ്പോൾ വളരെ ക്രിസ്പും ക്രിസ്റ്റൽ ക്ലിയറുമായുള്ള സിലബസുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ നമ്മൾ സിലബസിനെ നല്ല രീതിയിൽ അറിയുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ്, ടോപ്പിക് വൈസ് സ്റ്റഡി. ടോപ്പിക്കിനെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. വളരെ ഡെപ്തിൽ നല്ല രീതിയിൽ കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ ടോപ്പിക്കിനെ സ്റ്റഡി ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ഈസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട്. മാക്സിമം MCQ ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മളുടെ റാങ്ക് ഒരുപാട് മുന്നിലെത്താൻ സഹായിക്കും. അടുത്ത സ്റ്റെപ്പ് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. നല്ല രീതിയിൽ എക്സാമിനെ നേരിടാൻ നമ്മളുടെ എക്സാം പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്തു നോക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ടുള്ളതാണ് റിവിഷൻ. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ 1 മാസത്തോളം റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കും. ഓക്കെ, നമുക്ക് സിലബസിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് സബ്ജക്ട് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഏറ്റവും അധികം തവണ ചോദിക്കുന്ന മേഖല എന്ന് പറയുന്നത് ലെറ്ററിംഗ്, ഡയമെൻഷനിങ്, സ്കെയിൽ മുതലായ ഏരിയകളിൽ നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. ഇനി സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ സർവേയിങ്ങിന്റെ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കൺവെൻഷണൽ സർവേയിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, ലെവലിംഗ്, തിയോഡോലൈറ്റ്, കോണ്ടൂറിംഗ് എല്ലാം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. സർവേ നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഇതിനുശേഷം മോഡേൺ ആൻഡ് അഡ്വാൻസ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ്. ഇത് പുതിയതായി PSC ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, മോഡേൺ ആൻഡ് അഡ്വാൻസ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളത്. ഇതിലെ എല്ലാ ടോപ്പിക്കിൽ നിന്നും നല്ല വെയിറ്റേജിൽ മാർക്ക് വരുന്ന ഒരു സബ്ജക്റ്റാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. സ്റ്റോൺ ആവട്ടെ, ബ്രിക്ക് ആവട്ടെ, ടൈൽ ആവട്ടെ, സിമെന്റ് ആവട്ടെ, പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന്. ഇനി അടുത്തത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബിൽഡിംഗ് റൂളുകൾ, ബൈലോകൾ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം തന്നെ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എസ്റ്റിമേഷനിലോട്ട് വരുമ്പോൾ എസ്റ്റിമേഷനിൽ നിന്നും നല്ല വെയിറ്റേജിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതും നല്ല ക്ലിയർ ആയി നല്ല കൺസെപ്റ്റ്സ് മനസ്സിലാക്കി തന്നെ എസ്റ്റിമേഷനും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇനി അധികം വെയിറ്റേജിൽ ചോദിക്കാത്ത ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, എന്നാലും നമുക്ക് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്കാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്നുള്ളത്. ഇതിനകത്ത് ഡാമുകളെ പറ്റി, ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ പറ്റി, അതിനെപ്പറ്റിയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഓട്ടോക്യാഡ് വളരെ സിമ്പിൾ ആണ്, എന്നാലും നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ഓട്ടോക്യാഡ്. ഇതിനകത്തുനിന്നും ഏറ്റവും റിപ്പീറ്റഡ് ആയി തന്നെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് ഓട്ടോക്യാഡ് എന്ന ടോപ്പിക്കിൽ നിന്നും. അതും നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ് ഓട്ടോക്യാഡ് എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു മാർക്ക് വെയിറ്റേജ്, കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഉള്ള ഒരു മാർക്ക് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം
മാർക്ക് വന്നിട്ടുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്നാണ്. 30 മാർക്കോളം വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും. 30 മാർക്ക്, ചിലപ്പോൾ 30 കൂടുതൽ മാർക്സും ചോദിക്കുന്ന പരീക്ഷകളുണ്ട്. നമ്മളുടെ ഒരു ഏകദേശം ഒരു ഇത് വെച്ചിട്ട് 30 മാർക്കോളം നമുക്ക് പ്രതീക്ഷിക്കാം ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന്. ഇനി അടുത്തത് 20 മാർക്കാണ് സർവേയിങ്ങിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സർവേയിങ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സർവേയിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അത് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നല്ല രീതിയിൽ അത് തുടക്കത്തിൽ തന്നെ പഠിക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു 20 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്നുള്ള ഭാഗത്ത് നിന്നാണ്. ബിൽഡിംഗ് ഡ്രോയിങ്സിനകത്താണ് ബൈലോസ് ഒക്കെ വരുന്നത്. എസ്റ്റിമേഷനും വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് അല്ല, എന്നാലും നല്ല കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. 20 മാർക്കോളം സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ഒരു 15 മാർക്കോളം നമുക്ക് പ്രതീക്ഷിക്കാം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്ന്. പിന്നീട് ഒരു 10 മാർക്ക് 5 മാർക്ക് ആ ഒരു രീതിയിൽ ഏറ്റവും വെയിറ്റേജ് കുറവുള്ള മേഖലയാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനും ഓട്ടോകാഡും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അപ്രോക്സിമേറ്റ് മാർക്ക് വെയിറ്റേജ് വരുന്നത്. ഇപ്പോഴത്തെ PSC സിലബസുകളിലെല്ലാം മാർക്ക് വെയിറ്റേജ് അടക്കമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം PSC നല്ലൊരു സിലബസ് തന്നെ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന്. അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് വരാറ്. ഇനി നമുക്ക് ടോപ്പിക് വൈസ് സ്റ്റഡി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് ടോപ്പിക് വൈസ് സ്റ്റഡി. ഇവിടെയാണ് നിങ്ങൾക്കൊരു കോച്ചിങ്ങിൻ്റെ ഒരു ആവശ്യകത വരുന്നത്. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും വളരെ ചിട്ടയായി തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സ്വന്തമായ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് അതുണ്ടായിരിക്കണം എല്ലാ സബ്ജക്റ്റിനും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് സർവേ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എസ്റ്റിമേഷൻ ആൻഡ് ബിൽഡിംഗ് ലോസ്, അവസാനത്തേത് ഇറിഗേഷൻ ആൻഡ് ഓട്ടോകാഡ്. അപ്പോൾ ഈ ടോപ്പിക്സുകളെല്ലാം വളരെ ചെറിയ സിലബസ് ആണ്, എങ്കിൽ പോലും ഇതിനെ വളരെ സിസ്റ്റമാറ്റിക്കായി സ്വന്തമായ ഒരു ഹാൻഡ് റിട്ടൺ നോട്ടിൻ്റെ സഹായത്തോടു കൂടി ഈ ടോപ്പിക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക. സ്വന്തമായൊരു നോട്ട്ബുക്ക് എല്ലാ സബ്ജക്റ്റിനും വേണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ബുക്ക് സൂക്ഷിക്കാം. പിന്നെ ഫോർമുലകൾ എഴുതാനായിട്ട് വേറൊരു ബുക്ക് സൂക്ഷിക്കാം. ഇതെല്ലാം നമുക്കൊരു ആഡഡ് പ്ലസ് ആണ്. ഇതെല്ലാം നമ്മുടെ റാങ്കും മാർക്കും ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ഓഫ്ലൈൻ മോഡോ ഓൺലൈൻ മോഡ് കോച്ചിങ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റണം. മാക്സിമം ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഏറ്റവും അധികം നിങ്ങളെ റാങ്കിൽ മുന്നോട്ട് വരാൻ സഹായിക്കുന്ന ഒരു ഘടകം. ഞാൻ കുറച്ച് ബുക്കുകൾ സജസ്റ്റ് ചെയ്യുന്നത് RS കുറുമിയുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ് ബുക്കാണ്. പിന്നെ PK നായറിൻ്റെ ഒബ്ജക്റ്റീവ് ബുക്കാണ്. പിന്നെ SP ഗുപ്ത സിവിൽ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ് ബുക്ക്. ഇത് ഇച്ചിരിയും കൂടെ ഗ്രേഡ് കൂടിയ ബുക്കാണ്, കുറച്ചുകൂടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവലിലോട്ടുള്ള ബുക്കാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു PSC ട്രെൻഡ് വെച്ചിട്ട് ഓവർസിയർ എക്സാമുകൾക്ക് പോലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് കൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ടുള്ളവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ ഈവൻ ഓവർസിയർ എക്സാമിന് പോലും കണ്ടുവരുന്നത്. സോ നമ്മുടെ ബേസ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവണം എക്സാമിനെ നല്ല രീതിയിൽ തന്നെ നേരിടാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെയും ഒരുപാട് ബുക്കുകളുണ്ട്. നിമിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ബുക്കുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇത് നിങ്ങളെ മുന്നിലെത്താൻ സഹായിക്കും. അടുത്തത് മോക്ക് ടെസ്റ്റുകൾ. എക്സാമിനോട് അടുത്ത് തന്നെ നിങ്ങൾക്ക് നമ്മളുടെ എക്സാം എങ്ങനെയാണോ പാറ്റേൺ അതുപോലെ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ ഇപ്പോൾ അവസരമുണ്ട്. ഏണസ്റ്റ് അക്കാഡമിയിലും മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് നെറ്റിൽ നിന്ന് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സാം എഴുതുന്ന അതേപോലെ തന്നെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റുകളിലൂടെ കിട്ടുന്നത്. ഞാൻ കുറച്ച് റെഫറൻസസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമിനോട് അടുത്ത് കുറച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതും നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റിങ്ങിനെ സഹായിക്കും. അടുത്തത് ഏറ്റവും അവസാനത്തെ ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, റിവിഷൻ. എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ പഠിച്ചത് എവിടെയാണോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് റിവിഷന് വേണ്ടി സമയം കണ്ടെത്തുക. നമ്മൾ പഠിച്ചിട്ടും എക്സാമിൽ പേപ്പറിൽ വരുമ്പോഴത്തേനും ഓർമ്മ കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് എല്ലാവരും പറയുന്നതാണ്. റിവിഷൻ ഈസ് ദ കീ ഫോർ ദാറ്റ്. നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ചെയ്ത ക്വസ്റ്റ്യനുകൾ വീണ്ടും വീണ്ടും എടുത്ത് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാവുന്ന ലാസ്റ്റ് റിവിഷൻ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഈ പാർട്ടിലാണ് നമ്മളെല്ലാം പോളിഷ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫൈനൽ പാർട്ട്. റിവൈസ് ചെയ്യുക നല്ല രീതിയിൽ. ആൻഡ് ഈ 5 സ്റ്റെപ്പുകളോടുകൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടെത്താവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഒപ്പം നിന്ന് പരിശീലനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഏണസ്റ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബാച്ചുകൾ അടൂരിൽ ഉടൻ ആരംഭിക്കുകയായി. അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.